الله أكبر الله أكبر الله أكبر الله أكبر أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمدًا رسول الله أشهد أن محمدًا رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. ബഹുമാന്യ പണ്ഡിതന്മാരെ, എൻ്റെ നേതാക്കളെ, പ്രിയ ഇസ്ലാഹി സഹോദരന്മാരെ, ഈ സമ്മേളനത്തിൻ്റെ പഠന ക്യാമ്പിൻ്റെ ആദ്യ സെഷൻ ആരംഭിക്കാൻ പോവുകയാണ്. സമയം വൈകിയിട്ടുണ്ട്. അത് കാരണം നേരെ നമുക്ക് ക്ലാസ്സിൽ ആരംഭിക്കാൻ ഡോക്ടർ മുഹമ്മദ് അഷ്റഫ് മൗലവി മദീന മരണം ശാശ്വത ജീവിതത്തിന്റെ കവാടം എന്ന വിഷയം അവതരിപ്പിക്കാൻ ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അലാ ഇഹ്സാനി والشكر له على توفيقه وامتنانه وأشهد أن لا إله إلا الله وحده لا شريك له تعظيما لشانه وأشهد أن سيدنا محمدا عبده ورسوله الداعي إلى رضوانه. أما بعد، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة
وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا اللهم صل وسلم وبارك وأنعم على عبدك ورسولك محمد صلى الله عليه وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. വേദിയിലിരിക്കുന്ന പണ്ഡിതന്മാരെ, പ്രവർത്തകന്മാരെ, സദസ്യരെ, സഹോദര സഹോദരിമാരെ, സർവശക്തനായ റബ്ബുൽ ഇസ്സത്തിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായി ദാസികളായി വർത്തിക്കാൻ ഓരോരുത്തരും പരിശ്രമിക്കണമെന്ന് ആദ്യമായി ഉപദേശിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും അതിന് തൗഫീഖ് നൽകട്ടെ. വാസ്തവത്തിൽ എന്നിൽ അർപ്പിക്കപ്പെട്ട വിഷയവും പെരുന്നാൾ ദിവസത്തിൽ രണ്ടാം ദിവസമായ ഈ ദിവസത്തിൽ നടക്കുന്ന ഈ സമ്മേളനത്തിൽ ചർച്ച ചെയ്യുന്ന വിഷയവും നമ്മെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ എന്ന നിലയ്ക്ക് ചിന്തിക്കുമ്പോൾ നമ്മുടെ ധരിക്കുന്നതായ ചെരുപ്പിന്റെ വാറും നാമുമായുള്ള ബന്ധമാണ് അതിനുള്ളത് എന്നാണ് നമ്മുടെ നേതാക്കൾ നമുക്ക് പഠിപ്പിച്ച ശൈലി. പക്ഷേ ചിലർ വിഷയം കണ്ടപ്പോൾ മദീനയിൽ നിന്നിട്ട് ചോദിച്ചു, പെരുന്നാളിന് മരണമോ എന്ന്. പെരുന്നാളിന് മരണം ചർച്ച ചെയ്യാനോ? മറുപടി പറയാൻ എനിക്ക് തോന്നിയത്, മരണം നമ്മെ പെരുന്നാളിലും ഒഴിവാക്കുന്നില്ലെങ്കിൽ മരണത്തെ നാം പെരുന്നാളിൽ ഒഴിവാക്കാമോ എന്നതാണ്. മസ്ജിദുൻ നബവിയിലും മസ്ജിദുൽ ഹറാമിൽ അടക്കം പെരുന്നാൾ ദിവസത്തിലുള്ള നമസ്കാരത്തിന് ശേഷം വരെ നാം കാണാറുള്ളത് മയ്യിത്ത് നമസ്കാരം നടക്കുന്നതാണ്. അപ്പോൾ മരണം നമ്മെ ഒഴിവാക്കുന്നില്ല പെരുന്നാളിലും, അപ്പോൾ നമുക്കും മരണത്തെ പെരുന്നാളിൽ ഒഴിവാക്കാൻ പറ്റുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ പെരുന്നാൾ ദിവസത്തിലാവട്ടെ അല്ലാത്ത ദിവസത്തിലാവട്ടെ നമ്മെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്യുന്നതിൽ പ്രയാസമുള്ള വിഷയമല്ല. എന്തുകൊണ്ട്? നമ്മുടെ നേതാവ് നമുക്ക് പഠിപ്പിച്ച ശൈലി അതാണ്. പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി നാം റസൂലുള്ളാഹി ഓതിയതായ സൂക്തങ്ങൾ പരിശോധിച്ചാൽ അതിലൂടെയും മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഈ യാഥാർത്ഥ്യം. പെരുന്നാൾ നമസ്കാരത്തിൽ റസൂല് ഓതിയത് സൂറത്തുൽ ആലയും ഗാശിയയും അല്ലെങ്കിൽ ഖാഫും ഇഖ്തറബത്തിസ്സാഅത്തുമാണ്. സുബ്ഹാനല്ലാഹ്, ഈ സൂക്തങ്ങളെല്ലാം യഥാർത്ഥത്തിൽ കുറിക്കുന്നത് മരണസ്മരണയും പരലോകമോക്ഷത്തിനുള്ള റൂട്ടും പരലോകത്തെക്കുറിച്ചുള്ള ചർച്ചയും ആണ്. അപ്പോൾ ഇവിടെ നാം ആഘോഷിക്കേണ്ട ദിവസത്തിൽ ആഘോഷിക്കാമെങ്കിലും ആഘോഷിക്കാൻ വേണ്ടി വന്നവരല്ലാത്തത് കൊണ്ട് യഥാർത്ഥത്തിൽ ആഘോഷിക്കേണ്ട സ്ഥലത്തേക്കുള്ള തയ്യാറെടുപ്പിനായിരുന്നു ഇസ്ലാം നമ്മെ ഒരുക്കുന്നത്, പെരുന്നാളിലൂടെയും അല്ലാത്ത ദിവസങ്ങളിലൂടെയും. ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ചുരുങ്ങിയ ടൈം കൊണ്ടൊന്നും വിഷയത്തിന്റെ ഒരു അതിർത്തിയിലേക്കോ അറ്റത്തിലേക്കോ എത്താൻ പറ്റുന്ന വിഷയമല്ല. എങ്കിലും നിർബന്ധമായി അറിയേണ്ട ഭാഗങ്ങളിലേക്ക് മാത്രം ഈ ചുരുങ്ങിയ വേളയിൽ സൂചന നൽകുന്നു. ചർച്ച ചെയ്യാൻ വേണ്ടി മുസ്ലിങ്ങളല്ലാത്ത അല്ലെങ്കിൽ ഈ നാം പേറുന്നതായ ആദർശം പേറുന്നവരല്ലാത്ത ആരും ചിന്തിക്കുകയാണെങ്കിൽ, യുക്തിവാദികളോ അല്ലെങ്കിൽ മതം പൊട്ടിജീവിക്കുന്നവരോ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ശത്രുക്കളോ അല്ലെങ്കിൽ ഡാർവിനെ പോലത്തെ ചിന്താഗതിക്കാരോ ഇവരെല്ലാം വിട്ടു ചിന്തിക്കുന്നവരാണ്. അഥവാ ചിന്തിക്കാൻ ആവശ്യപ്പെട്ട ചിന്തിക്കുന്ന വേളയിൽ
യഥാർത്ഥ റിസൾട്ടിലേക്ക് എത്താൻ പറ്റുന്നതായ തെളിവുകൾ ആസ്പദമാക്കി ചിന്തിക്കുന്നവരല്ല അവർ. അതുകൊണ്ട് അവർക്ക് പലതും പറയാനുണ്ടാവാം. മുമ്പ് കുരങ്ങായിരുന്നു മനുഷ്യനെന്നും പിന്നെ പരിണമിച്ചിട്ട് മനുഷ്യനായി മാറിയതാണ് എന്നൊക്കെ പറയുന്ന വിഭാഗത്തിന്റെ ചിന്താഗതിക്ക് മരണത്തെക്കുറിച്ച് എന്ത് പറയാനാണുള്ളത്, ആത്മാവിനെ കുറിച്ച് എന്ത് പറയാനാണുള്ളത്, ഇതൊന്നും നമ്മുടെ ചർച്ചയുടെ അകത്ത് ഇപ്പോൾ പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. അതേസമയത്ത് നമുക്ക് മുസ്ലിങ്ങൾ എന്ന നിലക്ക് നാം ചർച്ച ചെയ്യുമ്പോൾ ആധികാരികമായിട്ട് അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലത്തീഫുൽ ഖബീർ, സൃഷ്ടിച്ച സൃഷ്ടാവിന് സൃഷ്ടികളെ കുറിച്ച് അറിയാതെ വന്നു പോകുമോ? അവൻ സൂക്ഷ്മജ്ഞാനിയല്ലേ, സർവജ്ഞാനിയല്ലേ? സർവജ്ഞാനിയും സൂക്ഷ്മജ്ഞാനിയുമായ സൃഷ്ടാവായ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, നമ്മെ സൃഷ്ടിച്ച, ഈ ആത്മാവിനെ സൃഷ്ടിച്ച, അപ്രകാരം മരണത്തെ സൃഷ്ടിച്ച, ജീവനെ സൃഷ്ടിച്ചതായ റബ്ബ് എന്താണ് പഠിപ്പിക്കുന്നത്? ആ ശൈലിയാണ് നാം ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ചർച്ചയിൽ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിൽ പ്രയാസമില്ല. ഊഹാപോഹങ്ങളല്ല ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. എന്താണ് മരണം, എന്താണ് ഇസ്ലാം മരണത്തെക്കുറിച്ച് ഇസ്ലാം പരിചയപ്പെടുത്തിയ ശൈലി എന്താണ്? ഇതൊക്കെ ഇവിടെ ഈ പ്രപഞ്ചത്തിലേക്ക് ആകപ്പാട് വന്നത് 3 വ്യക്തികളാണ്. നമുക്കറിയാവുന്നതുപോലെ 4 ആലമുകളാണ് നാം പരിചയപ്പെടുന്നത്. ആലമുൽ അർവാഹ്, അത് കഴിഞ്ഞാൽ ദുനിയാവ്, അത് കഴിഞ്ഞാൽ ബർസഖ്, അത് കഴിഞ്ഞാൽ പരലോകം. ഇങ്ങനെ 4 ലോകങ്ങളാണ് നാം ഇസ്ലാമിലൂടെ പരിചയപ്പെട്ടു വരുന്നത്. ഈ ആലമുൽ അർവാഹിൽ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ അവിടെ ഉണ്ടായിരുന്ന സ്വർഗ്ഗമായിരുന്നു 3 വ്യക്തികൾ. അവിടെ നിന്ന് ആദ്യം ഒരു വ്യക്തിയെ തള്ളപ്പെട്ടു, പിന്നെ 2 വ്യക്തികളെ തള്ളപ്പെട്ടു. ആദ്യം തള്ളപ്പെട്ട വ്യക്തി ഇബ്ലീസ് ആയിരുന്നു, രണ്ടാമത്തെ തള്ളപ്പെട്ട വ്യക്തികൾ മനുഷ്യന്മാരായിരുന്നു. ഈ 3 വിഭാഗത്തോടും നിങ്ങൾ അവിടെ പോവുക, ബഅദുകും ലിബഅദിൻ അദു, നിങ്ങൾ ശത്രുക്കളായിട്ടാണ് അവിടെ ജീവിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വിട്ടു. അവരെ അവിടെ നിന്ന് പുറത്താക്കിയ ശേഷം ജീവിക്കുന്നതായ ഈ നാട്ടിനെ കുറിച്ച് فَإِمَّا يَأْتِيَنَّكُم مِّنِّي هُدًى فَمَن تَبِعَ هُدَايَ فَلَا يَضِلُّ وَلَا يَشْقَى. അവിടെ നിങ്ങൾക്ക് എന്റെ പ്രതിനിധികൾ വരുന്നുണ്ട്, നബിമാര് വരുന്നുണ്ട്, ദൂതന്മാര് വരുന്നുണ്ട്, ഗ്രന്ഥങ്ങൾ വരുന്നുണ്ട്. അതനുസരിച്ചിട്ട് ജീവിക്കേണ്ടതായ താൽക്കാലിക ഭൂമിയാണ്, താൽക്കാലിക സ്ഥലമാണ് ഈ ഭൂഗോളം. അള്ളാഹു സെലക്ട് ചെയ്ത് തന്നെ ഈ ഭൂഗോളത്തെയാണ് എന്തിനു വേണ്ടി? ഈ ആദമിനെയും ഹവ്വാനെയും ഇബ്ലീസിനെയും, ഇബ്ലീസിന്റെ പ്രതിനിധികളിൽ അഥവാ അവൻ എന്റെ മക്കളോ സന്താനങ്ങളോ അല്ലെങ്കിൽ ജിന്നുവർഗങ്ങളോ അവരുടെ കൂട്ടത്തിൽ നിന്നിട്ട് അവൻ അനുസരിക്കാത്തവർ പോകുന്നത് പരലോകമോക്ഷത്തിലേക്ക്, സ്വർഗലോകത്തിലേക്കാണ്. ആദം ഹവ്വ അവരുടെ പിന്നണിനിരുന്നുകൊണ്ട് അവർ കൊണ്ടുവരുന്ന തത്വമായിട്ട് ജീവിക്കുന്നവരും പോകുന്നത് അതേ സ്വർഗലോകത്തിലേക്കാണ്. എന്നാൽ ഈ 3 വിഭാഗം ഇവിടെ വന്ന ശേഷം ജീവിക്കാൻ വേണ്ടി അള്ളാഹു സെലക്ട് ചെയ്തത് വേറെ ഗോളങ്ങളെയല്ലായിരുന്നു, ഭൂഗോളത്തെയായിരുന്നു. എന്തുകൊണ്ട്? ഈ ഭൂഗോളത്തിൽ തന്നെയാണ് പരലോകം ഉണ്ടാവുക എന്നതുകൊണ്ട്. പരലോകം എവിടെയാണ്? ഈ ഭൂമിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല യൗമ തുബദ്ദലുൽ അർദു ഗൈറൽ അർദ്, ഈ ഭൂമിയെ വേറൊരു ഭൂമിയാക്കി ചേഞ്ച് ചെയ്യപ്പെടുന്നതാണ്. വസ്സമാവാത്, ആകാശങ്ങളെയും. അപ്പോൾ ഇവിടെ നിന്നാണ് മഹ്ശറ ഉണ്ടാവുക എന്ന് ഖുർആൻ പഠിപ്പിച്ചു, സൂചന നൽകി. നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പോൾ ഇവിടെ വന്നതായ മനുഷ്യന്മാരുടെ അനുയായികളാവട്ടെ, അപ്രകാരം തന്നെ ജിന്നുവർഗമാവട്ടെ, അവരെല്ലാം ഇവിടെ ജീവിച്ചിട്ട് ഒരു ലോകത്തിലേക്ക് പോകേണ്ടതുണ്ട്. അത് സ്ഥിരതാമസമുള്ള ലോകമാണ്. ആ ലോകത്തിൽ സുഖകരമായിട്ടൊന്നിരിക്കൽ അല്ലെങ്കിൽ ശാശ്വതമായി ശിക്ഷ ഏറ്റുകൊണ്ട് ജീവിക്കാം. ഈ ജീവിക്കാൻ വേണ്ടി അള്ളാഹു സെലക്ട് ചെയ്തതായ ആ ജീവിക്കാനുള്ള പരലോകത്തിലേക്ക് പോകുന്നതിന് വേണ്ടി അള്ളാഹു സെലക്ട് ചെയ്ത ഭൂമിയാണ് ഭൂഗോളം. ഈ ഭൂഗോളത്തിൽ വെച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നിന്ന് ഇറക്കിയപ്പോൾ പറഞ്ഞു, മിൻഹാ ഖലഖനാകും, അവിടുന്ന് നിങ്ങളെ നാം സൃഷ്ടിച്ചത്, വഫീഹാ നുഈദുക്കും, അവിടെ തന്നെയാണ് നിങ്ങളെ നാം അടക്കുക, വമിൻഹാ നുഖ്രിജുക്കും താറത്തൻ ഉഖ്റ, പിന്നെയും നിങ്ങൾ അവിടെ നിന്ന് തന്നെ നിങ്ങളെ ഞാൻ പുറത്തു കൊണ്ടുവരികയും ചെയ്യും, പുറപ്പെടുവിക്കുകയും ചെയ്യും. എല്ലാം ഇവിടെയാണ്. അതുകൊണ്ടാണ് ഇവിടെ കയക്കാൻ കാരണം. എന്നല്ലാതെ ഏത് ഗോളത്തിൽ ഒരു മനുഷ്യനെ മരിക്കാൻ പറ്റുന്നതല്ല. എവിടെ മരിക്കാൻ പറ്റുള്ളൂ? ഇവിടെയാണ്. അഥവാ ചന്ദ്രനിലേക്ക് മനുഷ്യൻ എത്തുകയാണെങ്കിൽ തന്നെ, എത്തിയെന്ന് പണ്ടൊരു വിഭാഗം വാദിച്ചു പോലോ അപ്പോളോയിലൂടെ, എന്നിട്ട് അതേ നാട്ടുകാരെ എതിർത്തു. നമ്മുടെ വിഷയമല്ല, അങ്ങനെ സംഭവിച്ചിട്ടില്ല. സംഭവിക്കട്ടെ, സംഭവിക്കാതിരിക്കട്ടെ. അങ്ങനെ എത്തിയാൽ തന്നെ ഇവിടെ ജീവിക്കേണ്ട മനുഷ്യന്മാർ എവിടെയും മരിക്കൂല, മരിക്കാൻ
മരിച്ചാൽ അവിടെയല്ല അവൻ മണ്ണടയുക, അവൻ മണ്ണടയൽ ഈ ഭൂമിയിലാണ്. അള്ളാഹു പറയുന്നു അവിടേക്ക് തന്നെ നാം മടക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ പറഞ്ഞു വരുന്നത്, നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതായ മരണം, ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം പേടിക്കേണ്ട സാധനമല്ല. പക്ഷേ ആ മരണത്തിന് വേണ്ടി ഒരുങ്ങേണ്ടതുണ്ട് എന്നതാണ്. അതുകൊണ്ട് തന്നെ പേടിക്കുന്നവരാണെന്നാണ് അറിയാമോ? ഒന്നിരിക്കൽ കാഫിരീങ്ങൾ, അല്ലെങ്കിൽ മുനാഫിക്കീങ്ങൾ, അല്ലെങ്കിൽ മതം പൊട്ടിയവര്. അവര് ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു, നിങ്ങൾ പേടിച്ചോടുന്നതായ മരണമുണ്ടല്ലോ, ഫഇന്നഹു മുലാഖീകും, നിങ്ങൾ അത് പിടികൂടുക തന്നെ ചെയ്യും. സുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ, രഹസ്യ പരസ്യം അറിയുന്ന റബ്ബിലേക്ക് നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് ഓടി രക്ഷപ്പെട്ടിട്ട് പ്രയോജനമില്ല. ഓടി രക്ഷപ്പെടാൻ പറ്റുന്ന സാധനമല്ല മരണം. മരണം നമ്മുടെ കൂടെ തന്നെ, കൂടെ പറപ്പായി നടന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ കൂടെ തന്നെ. സുഖകരമായി കുടുംബത്തോടു കൂടി മനുഷ്യൻ രാവിലെയും വൈകുന്നേരവും ജീവിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അതേ സമയത്ത് അവന്റെ ചെരുപ്പിന്റെ വാതിൽ എത്ര അവനോട് അടുത്ത് നിൽക്കുന്നു, അതുപോലെ മരണം അവന്റെ കൂടപ്പറപ്പായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇതാർക്കും മറച്ചു വെക്കാനോ അല്ലെങ്കിൽ മറക്കാനോ സാധിക്കുന്ന സാധനമല്ല. എന്നാൽ ഇവിടെ പ്രശ്നം എന്തല്ല, മരണം എന്നതല്ല, മറിച്ച് ആ മരണത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ശൈലി എന്താണ്? ഹുവല്ലദീ തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആരാണവൻ? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത, മരണത്തെയും ജീവനെയും എന്തിനാണ് റബ്ബ് സൃഷ്ടിച്ചത്? ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ, നിങ്ങൾ എന്നിട്ട് ആരാണ് നന്നായി പ്രവർത്തിക്കുന്നവർ എന്നത് പരിശോധിക്കാൻ വേണ്ടിയാണ്. ഇവിടെ പ്രശ്നം പരീക്ഷണമാണ്, പരിശോധനയാണ്. അതെ, മരണം നിങ്ങൾ ഇവിടെ കേട്ടതായ എന്നിൽ അർപ്പിച്ച വിഷയം കവാടമാണ് പരലോകത്തിലേക്ക് എന്നത് പണ്ട് തന്നെ ചെറുപ്പത്തിൽ പാട്ട് കേൾക്കാറുണ്ട്. അൽ മൗതു ബാബുൻ വകുല്ലു നാസി ദാഖിലുഹു യാ ലൈത ശഅരിയ ബഅദൽ മൗതി മദ്ദാറു അദ്ദാറു ദാറു നഈമിൻ ഇൻ അമിൽത ബിമാ യുർദിൽ ഇലാഹ വഇൻ ഖാലഫ്ത ഫന്നാറു ഹുമാ മഹല്ലാനി മാലിൽ മർഇ ഗൈറുഹുമാ ഫഖ്തർ ലിനഫ്സിക അയ്യദ്ദാരി തഖ്താറു മാലിൽ ഉനാസി സിവൽ ഫിർദൗസി മൻസിലതൻ വഇൻ ഹഫൗ ഹഫവതൻ ഫർറബ്ബു ഗഫാറു. ഈ ചെറുപ്പത്തിലെ വാതിൽ കേൾക്കാറുള്ളതാണ്. അൽ മൗതു ബാബുൻ, മരണം വാതിലാണ്. അതിൽ കൂടി കടക്കൽ നിർബന്ധമാണ് മനുഷ്യൻ. അതുകൊണ്ട് തന്നെയാണ് വാതില് കെട്ടിടവുമായി ബന്ധപ്പെട്ട് നിൽക്കേണ്ടത് കൊണ്ട് ഈ വാതിലാകുന്ന മരണം ഭൂമിയിൽ തന്നെ വെച്ചു. ആ ഭൂമിയിൽ തന്നെ മഹ്ശറയും, ഈ മഹ്ശറ ഉണ്ടാകുന്ന ഭൂമി ഉണ്ടല്ലോ, ആ ഭൂമിയിൽ ആണ് മരിക്കേണ്ടത്. എന്താ ആ വാതിലിന് കാരണം? ഇവിടെ ആദം മുതൽ മനുഷ്യൻ മരിക്കാൻ ആദമിന്റെ കാലഘട്ടത്തിൽ ആരംഭിച്ചു. ആദ്യമായി നമുക്ക് ചരിത്രത്തിലൂടെ പഠിച്ച് കേട്ട് പരിചയമുള്ളത് ആദമിന്റെ മകൻ ആരാണ്? ഹാബീലാണ് ആദ്യം കൊല്ലപ്പെട്ടത്. അവിടെ മുതൽ മരണം ആരംഭിച്ചു, മനുഷ്യൻ മരിക്കാൻ ആരംഭിച്ചു. നിങ്ങൾക്ക് അറിയാവുന്ന ചരിത്രമാണ്. അവിടെ എങ്ങനെയാണ് ഖബറടക്കേണ്ടതെന്ന് അറിയാത്തത് കാരണത്താൽ കാക്കയിലൂടെ പഠിപ്പിച്ച ശൈലി ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ മുതൽ ഇവിടെ മരിക്കാൻ ആരംഭിച്ചപ്പോൾ മഹ്ശറ വരാതെ ഇപ്പോൾ ഇവിടെ വിചാരണ നടക്കൂലല്ലോ. അപ്പോൾ മഹ്ശറ വരെ എന്ത് വേണം? അവിടെ ഒരു പാർപ്പിടം വേണം. ആ പാർപ്പിടമാണ് എന്ത്? ഖബർ. ആ ഖബറിൽ അവിടെ കിടക്കേണ്ടി വരുന്നു. അപ്പോൾ താൽക്കാലികമായിട്ട് ഒരു വിശ്രമ സ്ഥലമാണ്. അതേ സമയത്ത് അതിനു മുമ്പുള്ളതായ ജീവിതമാകുന്ന കുൻ ഫിദ് ദുനിയ കഅന്നക ഗരീബ് റവാഹുൽ ബുഖാരി നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. നീ ഒരു ഗരീബിനെ പോലെ ഇവിടെ ജീവിക്കേണ്ടതാണ്. നിന്റെ സ്ഥിരതാമസ സ്ഥലം ഇതല്ല. നിന്റെ സ്ഥിരതാമസ സ്ഥലം ഭൂമിയല്ല. ഈ ഭൂമി നമ്മുടെ സ്ഥിരതാമസ സ്ഥലം അല്ലാത്തത് എന്തുകൊണ്ടാണ്? നാം വരുന്നത് എത്ര തിന്നാലും എന്ത് തിന്നാനും എങ്ങനെ തിന്നാനും എന്ത് ചെയ്യാനും എങ്ങനെ ആഗ്രഹിക്കാനും എങ്ങനെ ആസ്വദിക്കാനും പറ്റുന്ന സ്വർഗലോകത്തിലായിരുന്നു നാം. ആ സ്വർഗലോകത്ത് നിന്ന് വന്നവരുടെ സ്ഥലം സ്വർഗം തന്നെയാണ് കൂട്ടരെ. അതുകൊണ്ട് മടങ്ങേണ്ടത് സ്വർഗത്തിലായതുകൊണ്ട് ഇവിടെ ലൗകാന ലിബ്നി ആദമ വാദിയാനി മിൻ ദഹബിൻ ലബ്തഗാ വാദിയൻ സാലിസാ.
സ്വർണത്താലുള്ള 2 താഴ്വര മനുഷ്യന്റെ ഇവിടെ ലഭിക്കുകയാണെങ്കിൽ 3ാമത്തത് ലഭിക്കണമെന്ന് കൊതിയുണ്ടായിരുന്നേനെ, ആഗ്രഹമുണ്ടായിരുന്നേനെ. കാരണം അവന്റെ ആഗ്രഹം കെടൽ, അവന്റെ ആഗ്രഹം പരിപൂർണമാവൽ ഇവിടെ വെച്ചിട്ടല്ല. അതിനൊരു പ്രത്യേക ലോകമുണ്ട്. അതേതാണ്? അവൻ ഒഴിവാക്കി വന്ന ലോകം. അവിടേക്ക് വേണ്ടി ഒരുങ്ങാൻ ജീവിക്കുന്നവനാണ് അവൻ. അതുകൊണ്ട് തന്നെ അവൻ ഇവിടെ ജീവിക്കുന്ന താൽക്കാലിക ജീവിതം അത് മുഴുവനും താൽക്കാലികം തന്നെ. കൂടെയുള്ള ഭക്ഷണം താൽക്കാലികം, കൂടെയുള്ള വസ്ത്രം താൽക്കാലികം, കൂടെയുള്ള വാഹനം താൽക്കാലികം, കൂടെയുള്ള എല്ലാം താൽക്കാലികം. ഇവിടെ സ്ഥിരമായി ഒന്നും തന്നെ ഇല്ല, എല്ലാം താൽക്കാലികമാണ്. ഇവിടെയുള്ളത് മുഴുവനും നശിക്കേണ്ടതുമാണ്, എല്ലാവരും നശിക്കേണ്ടതുമാണ്. കുല്ലുമൻ അലൈഹാ ഫാൻ. ഇവിടെ ജീവിക്കുന്ന സർവരും നശിക്കേണ്ടവരാണ്. നശിക്കപ്പെടുന്ന മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യന്റെ എന്നൊരു സാധനമുണ്ട്. അതിനെ അള്ളാഹ് നിലനിർത്തുമെന്ന് ജീവിതത്തിൽ കളവ് പറയാത്ത നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. അതെന്താണ്? അവന്റെ പിൻ സൈഡിലുള്ള മുതുവിന്റെ താഴെ നിൽക്കുന്നതായ ചെറിയ കടുകിന്റെ അത്ര വലുപ്പമുള്ള ഒരു സാധനമാണ്. അത് നശിക്കൂല എന്നാണ് ചൈനീസ് ശാസ്ത്രജ്ഞന്മാര് അത് നശിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ച പരിശ്രമത്തെ കുറിച്ച് വായിക്കാൻ സാധിച്ചു. അങ്ങനെ പലരും പരിശ്രമിച്ചു നോക്കി. റസൂല് പറയുന്നത് നശിക്കൂല. കാരണം മനുഷ്യൻ വീണ്ടും സൃഷ്ടിക്കപ്പെടേണ്ടത് അതിൽ നിന്നിട്ടാണ്. അത് കത്തിച്ചാൽ നശിക്കുന്നില്ല, ഏത് രൂപത്തിൽ കെമിക്കൽ ഉപയോഗിച്ചിട്ട് നശിച്ചിട്ടില്ല, നശിക്കുന്ന സാധനമല്ല. എല്ലാ മനുഷ്യന്റെയും പിൻ സൈഡിൽ വാല് ഒരു മനുഷ്യൻ ഉണ്ടാവുകയാണെങ്കിൽ വാലുണ്ടാവേണ്ട സ്ഥലമുണ്ടല്ലോ, അതാണ് ദനബ് എന്ന് പറയപ്പെടാൻ കാരണം. ദനബ് എന്നാണ് ജീവിതത്തിൽ കളവ് പറയാത്ത നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചത്. അത് നശിക്കുന്ന സാധനമല്ല, അതിൽ വീണ്ടും മനുഷ്യനെ പുനരുജ്ജീവനം നൽകപ്പെടുകയും ചെയ്യുന്നു. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്. ഈ മരണം ആസ്വദിക്കുന്നതായ മനുഷ്യന്മാരെല്ലാം ഇവിടെ മരിക്കുക എന്നതല്ല പ്രശ്നം. പക്ഷേ പ്രശ്നം ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. നിങ്ങൾ ഇവിടെ മരിച്ചു കഴിഞ്ഞാൽ അവസാനിച്ചു, പിന്നെ ഒന്നും ചിന്തിക്കേണ്ടതില്ല. മരിച്ചു കഴിഞ്ഞാൽ തീർന്നു. അതല്ല, ഇവിടെ മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും പുനർജീവനമുണ്ട്. അത് മുസ്ലിംകളുടെ വിശ്വാസമാണ്. അത് ഷിട്ടാവ് പഠിപ്പിച്ചതാണ്. നമ്മളെ ഷിട്ടിച്ച രക്ഷിതാവ് അതിനു വേണ്ടി പ്ലാൻ ഇട്ടിട്ടാണ് ഈ ചെയ്യുന്നതൊക്കെ. അള്ളാഹുവിന്റെ തസ്തീത്താണ് ഇവിടെ നടക്കുന്നത്. അതിന് ഒരു ലെവലേശം തെറ്റുന്നതല്ല അള്ളാഹുവിന്റെ പ്ലാനിങ് പരിപാടി. ആ പ്ലാനിങ്ങിൽ പെട്ടതാണ് നാം എല്ലാവരും വീണ്ടും ജീവിക്കണം എന്നത്. നമ്മൾ അള്ളാഹു ജീവിപ്പിക്കും. അപ്പോഴോ ആ ജീവിച്ചു കഴിഞ്ഞാലോ അവിടെ എല്ലാവർക്കും നമ്മുടെ ഇഷ്ടാനുസരണം വേണ്ടതുപോലെ ചെയ്യാനുള്ള ഒരു കഴിവുമില്ല. അപ്പോഴോ ആ കഴിവുണ്ടാക്കാൻ ഇവിടെ നിന്ന് ഒരുങ്ങണം. ഒരുങ്ങിയില്ലെങ്കിലോ ഇവിടെ മരിക്കുന്നവന്റെ സ്ഥിതി ഖുർആൻ പറയുന്നു, ഒന്നിരിക്കലോ കാഫറായിട്ട് അല്ലെങ്കിൽ മുസ്ലിമായിട്ട്. ഒന്നിരിക്കലോ കാഫറായിട്ട് അല്ലെങ്കിൽ മുസ്ലിമായിട്ട്. കാഫറായിട്ട് മരിച്ചാൽ നരകത്തിൽ പോകുന്ന നിർബന്ധമാണ്. മുർത്തദായിട്ട് മരിച്ചാലോ അവൻ നരകത്തിലാണ്. ഖുർആൻ തീർത്ത് പറഞ്ഞതാണ്. ആരെങ്കിലും ഇവിടെ നിന്ന് മുസ്ലിമായിട്ടാണ് മരിക്കുന്നതെങ്കിൽ അവന് നരകീയ ജീവിതം നയിക്കേണ്ടി വരും, സംശയമേ ഇല്ല. ജീവിതത്തിൽ കളവ് പറയാത്ത നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. അത് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ആരെങ്കിലും അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട്, ശക്തികളെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട്, അയ്യപ്പ ശരണ എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ യേശുക്രിസ്തുവേ കാക്കണേ എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ മൊയ്തീശേക്കെ രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ശക്തികളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ, അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് മരിക്കുന്നതെങ്കിൽ ഫഹുവ ഫിന്നാർ, അവൻ നരകത്തിലാണ്. ഇത് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അപ്പോഴോ ആരെങ്കിലും അള്ളാഹുവിന്റെ കൂടെ പങ്കു ചേർക്കാതെയാണ് മരിക്കുന്നതെങ്കിൽ, ശിർക്ക് വെക്കാതെയാണ് മരിക്കുന്നതെങ്കിൽ അവൻ സ്വർഗത്തിലുമാണ്. പ്രശ്നം ഇതാണ്. ആരെങ്കിലും നരകത്തിൽ നിന്ന് മുക്തനാക്കപ്പെടുകയും സ്വർഗത്തിൽ കടക്കാനുള്ള ചാൻസ് ലഭിക്കുകയും ചെയ്താൽ അവൻ വിജയിച്ചു പോയി. നിങ്ങൾ ഈ ജീവിക്കുന്ന നശ്വര ലോകമുണ്ടല്ലോ, ഇത് വഞ്ചനയുടെ ലോകമാണ് കൂട്ടരെ. നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു പോകരുത്. നിങ്ങൾ ബുദ്ധിജീവികളായിട്ട് ജീവിക്കണം. റസൂൽ പറയുന്നു, അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. ബുദ്ധിജീവികൾ ആരാണ്? സ്വന്തം ശരീരത്തെ വിചാരണ നടത്തിക്കൊണ്ടേയിരിക്കുന്നവനാണ് ദൈനംദിനം. ഓരോ ദിവസത്തിലും വിചാരണ നടത്തുക. ഞാൻ എന്ത് കാട്ടി,
ഞാൻ എന്ത് ചെയ്തു? ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ ഇങ്ങനെ എപ്പോഴെങ്കിലും ക്യാമ്പുകളോ അല്ലെങ്കിൽ സമ്മേളനങ്ങളോ നടക്കുന്ന വേളയിൽ പെട്ടെന്ന് ദീനീ ബോധമുണ്ടായിട്ട് തൗബ ചെയ്യുന്ന ഗതികേടാണ് പലർക്കും ഉണ്ടാവാറുള്ളത്. 30-കാരന് 40-കാരന് 50-കാരന് 60-കാരന് എപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ ഒന്നിരിക്കൽ റിമോട്ട് കൺട്രോള് അല്ലെങ്കിൽ കാൽക്കുലേറ്റർ, ഇത് രണ്ടുമായി കറങ്ങലാണ്. റിമോട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത റിമോട്ട് കൺട്രോള് ഏത് ചാനൽ നോക്കണമെന്നറിയാതെ അങ്ങനെ ഭൗതികമായ വിനോദങ്ങളിൽ മുഴുകി ഡിഷിന്റെ എണ്ണം തന്നെ 11, 21, 31 ഒക്കെയാണ്. ഇത് ദിക്ർ ചെല്ലേണ്ടതായ എണ്ണങ്ങളാണ് ഇപ്പോൾ ഈ ഡിഷിന്റെ എണ്ണങ്ങള്. വിത്തറാണ് ഡിഷുകൾക്ക്. ഒരു വീട്ടിന്റെ മീതെ എണ്ണി നോക്കിയതാണ് ഞാൻ. 11 എന്താ ഇത് വിത്തർ? എന്താ കൂലി കിട്ടണമെങ്കിൽ ഒറ്റയാക്കണമെന്ന് തോന്നിയത് പറയും പോലെ അങ്ങനെ വിനോദത്തോട് വിനോദം, കളിയോട് കളിയായിട്ട് ജീവിക്കുന്ന വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം പറയേണ്ടി വരുന്നു എന്ന ആയത്ത് വിശദീകരിച്ച് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ശൈലി എന്താണത്? അൽ കയ്യിസു, ബുദ്ധിജീവി, മന്ദാന നഫ്സ, സ്വശരീരത്തെ വിചാരണ നടത്തുന്നവൻ, അവന്റെ തെറ്റ് ശരിയായ ഭാഗങ്ങളെ പരിശോധിക്കാൻ ദൈനംദിനം കൊല്ലത്തേക്ക് റംസാനിലേക്ക് നീട്ടിവെക്കലല്ല. ഇപ്പോൾ കണ്ടില്ലേ റംസാനിലേക്ക് നീട്ടിവെച്ചവരുടെ സ്വഭാവം? റംസാൻ അവസാനിച്ച് ശവ്വാൽ ആരംഭിച്ചപ്പോൾ അന്ന് സ്വയംസ്കാരത്തിന് മൂപ്പരില്ല, എത്തിയില്ല. ഇപ്പോൾ ഞാൻ ഇവിടേക്ക് വരുന്നതിന് മുമ്പ് ഫോൺ വന്നു. AP മൗലവി ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ആ ഫോണിൽ ചോദ്യം തന്നെ സ്വബഹ നമസ്കാരം നഷ്ടപ്പെട്ടു, എന്ത് വേണം? അപ്പൊ സ്വബഹ നമസ്കാരം റംസാൻ കഴിഞ്ഞ 2-ാം ദിവസം നഷ്ടപ്പെടുന്നത്. തൗബ ചെയ്യണോ മൗലവി എന്നാണ് ചോദ്യം ഫോണിൽ. അപ്പോൾ റമളാൻ മാസം അവസാനിക്കുമ്പോൾ തന്നെ പിന്നെ ആ ട്രെയിനിങ്, ഈ 1 മാസത്തിലൂടെ നേടിയതായ ട്രെയിനിങ് ഉണ്ടല്ലോ, ആ ട്രെയിനിങ്ങിന്റെ ചൂട് നശിച്ചു. അത്രയാണ് നമുക്ക് എഫക്റ്റ് ഉണ്ടായത് റമളാനിലൂടെ. വാല് കോലിട്ടതുപോലെ കോലി വലിക്കുമ്പോൾ വാല് വളഞ്ഞു നടത്താം. അത് പറ്റൂല. അള്ളാഹുവിന്റെ വേണ്ടതെല്ലാം സാബിത്തായി മുസ്തമിറായി നടക്കണം. യുഖീമൂന സ്വലാത്ത വയൂതൂന സകാത്ത്, ഇഖാമത്ത് സ്വലാത്തൊക്കെ പറഞ്ഞപ്പോൾ ദായിമൂൻ ഹാഫിളൂൻ എന്ന ശൈലിയാ പറഞ്ഞത്. എന്നും സ്ഥിരമായി ഇവിടെ നടന്നുകൊണ്ടേയിരിക്കണം എന്നാണ്. സ്ഥിരമായി അള്ളാഹുവിന്റെ അനുഗ്രഹം വർഷിച്ചുകൊണ്ടേയിരിക്കലും ഈ അപകട സാധ്യതയിൽ നിന്നിട്ട് മേഖലയിൽ നിന്നിട്ട് രക്ഷപ്പെടാൻ സാധിക്കലും ഇജിബാരി നിർബന്ധമായിട്ട് ഓരോ മനുഷ്യനും മരിക്കേണ്ടതുണ്ട് എന്ന് നാം പഠിച്ചു കഴിഞ്ഞാൽ അവിടെ പിന്നെ മഷീനാഹ ഖുതൻ കുതിബത് അലൈനാ വമൻ കുതിബത് അലൈഹി ഖുതൻ മശാഹ വമൻ കാനത് മനീയതുഹു ബിഅർളിൻ ഫലൈസ യമൂതു ഫി അർളിൻ സിവാഹ. നാം വരച്ച ലൈനിൽ കൂടിയാണ് നടക്കുന്ന ലൈൻ വരക്കപ്പെട്ട ലൈലാണ്. ആ ലൈനിലൂടെ എല്ലാം നമ്മൾ നടക്കാൻ പറ്റുന്നതല്ല. ഏതൊരു ഭൂമിയിലാണ് അള്ളാഹ് മരിക്കണമെന്ന് തീരുമാനിച്ചത്, ആ ഭൂമിയിലല്ലാതെ വേറെ ഭൂമിയിൽ അവന് മരിക്കാൻ സാധിക്കുന്നതേ അല്ല. ഇതൊക്കെ മുൻ തീരുമാനമെടുത്ത കാര്യമാണ്. അപ്പോൾ നാം വേണ്ടത് എന്താണ്? നമ്മുടെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് എത്തുക. അതെന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ മരണം പറഞ്ഞപ്പോൾ പറഞ്ഞ ശൈലിയുണ്ട്. എന്ത്? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. എന്തിനാണ് മരണത്തെ സൃഷ്ടിച്ചത്? നിങ്ങളെ പരിശോധിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ ആരാണ് നന്നായി പ്രവർത്തിക്കുന്നവർ എന്നത്. ഇവിടെ പ്രവർത്തിക്കുന്നവർ ധാരാളമുണ്ട്, നന്നായി പ്രവർത്തിക്കുന്നില്ല എന്നതാണ് നമ്മുടെ കുറവ്. ഇത് പലരും ചിന്തിക്കാറില്ല. ഞാൻ കുറെ നിസ്കരിച്ചു കൂട്ടിയില്ലേ, നോമ്പ് പിടിച്ചു കൂട്ടിയില്ലേ എന്നൊക്കെ പലരും പറഞ്ഞേക്കാം. പക്ഷെ നന്നായി നോമ്പ് പിടിച്ചോ, നന്നായി നമസ്കരിച്ചോ, അതാണ് പ്രശ്നം. നന്നായി നമസ്കരിക്കണമെങ്കിൽ സ്റ്റഡി ക്ലാസ്സിൽ പങ്കെടുത്ത് ശരിക്ക് ഫാത്തിഹ ഓതാൻ പഠിക്കണം, നമസ്കരിക്കാൻ പഠിക്കണം, ഖുശൂ പഠിക്കണം, ഭക്തി പഠിക്കണം, ഫർളും ശർത്തും പഠിക്കണം, ഉളു പഠിക്കണം. ഇതെല്ലാം പഠിച്ചിരിക്കേണ്ടി വരും. അതുപോലെ തന്നെ നന്നായി നോമ്പ് പിടിക്കാനും നന്നായി സക്കാത്ത് കൊടുക്കാനും. അപ്പോൾ ഇവിടെ നന്നായി ചെയ്തവർക്ക് മാത്രമേ പ്രതിഫലമുള്ളൂ. നന്നായി ചെയ്യാത്ത രൂപത്തിൽ എങ്ങനെയെങ്കിലും ആവാമെന്ന് വെച്ചാൽ പ്രതിഫലം ലഭിക്കുന്നതല്ല. അതുകൊണ്ടാണ് ആദ്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഈമാനും ഇസ്ലാമും പഠിപ്പിക്കാൻ വേണ്ടി, സഹാബാക്കൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി വന്ന ശൈലിയിൽ ഇഹ്സാൻ പഠിപ്പിച്ചു. എന്താണ് ഇഹ്സാൻ? അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. അല്ലാഹുവിനെ നീ കാണുമ്പോൾ എപ്പോഴും നമ്മെ അല്ലാഹു കാണുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ അള്ളാഹു നമ്മളിലേക്ക് ഇൽമിന്റെ സദസ്സായതുകൊണ്ട് മലക്കുകളെ വർഷിപ്പിച്ചിട്ടുണ്ട്. ആ മലക്കുകൾ ഇപ്പോൾ നമ്മളെ വലയം ചെയ്തിട്ടുണ്ട്. വല്ലവർക്കും സംശയമുണ്ടോ? മുസ്ലിം ആണെങ്കിൽ സംശയിക്കാൻ പറ്റൂല. കാരണം റസൂലുള്ളാഹി സന്തോഷവാർത്ത നൽകിയതാണ്. ഏത്? മജ്തമാ ഖൗമുൻ, ഒരു വിഭാഗം എവിടെയെങ്കിലും, ചില സ്ഥലങ്ങളിൽ പള്ളിയെന്നും ചില ഹദീസുകളിൽ പള്ളിയല്ല, മൊത്തത്തിൽ എവിടെയും അള്ളാഹുവിന്റെ ഇൽമു പഠിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയാൽ ഹഫ്ഫത്തുഹുമുൽ മലായിക, മലക്കുകൾ അവരെ വലയം ചെയ്യുന്നതാണ്. മലക്കുകൾ അവരെ വലയം ചെയ്യും. അള്ളാഹുവിന്റെ അനുഗ്രഹം അവരെ വലയം ചെയ്യും. അപ്പോൾ നന്നായി അമൽ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ അവർക്കാണ് മരിക്കുന്ന വേളയിൽ പ്രയാസമില്ലാതിരിക്കുക. ഞാൻ നേരത്തെ സ്പീഡ് അങ്ങനെ സംസാരിച്ചപ്പോൾ പേടിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. പേടിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സൂഫീസത്തിന്റെ ഉടമകൾ, അമിത സൂഫീസത്തിന്റെ ഉടമകൾ പറയും പോലെ ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല, ഞങ്ങൾക്ക് മഹബത്തേ ഉള്ളൂ, അള്ളാനെ ഞങ്ങൾ പേടിക്കൂല, നരകത്തെ ഞങ്ങൾ പേടിക്കൂല, മരണത്തെ ഞങ്ങൾ പേടിക്കൂല. കാരണം ഞങ്ങൾക്ക് സ്നേഹം ഞങ്ങളുടെ ഹൃദയത്തിൽ പിടികൂടി കഴിഞ്ഞു, സ്ഥലം പിടിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ എന്ത് ചെയ്താലും അള്ളാഹ്ക്ക് ഇഷ്ടമില്ലതല്ലാതെ ചെയ്യുകയില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് പേടിയില്ല എന്ന തത്വമുണ്ട്. ആ തത്വം പേര് നടക്കുന്നവരാണ്, ഖേദകരമെന്ന് പറയട്ടെ, ലോകത്തിൽ ജീവിക്കുന്ന മുസ്ലിം വേഷധാരികളിലും കാനേഷ്മാരി മുസ്ലിങ്ങളിലും ജനറൽ സർട്ടിഫിക്കറ്റ് മുസൽമാന്മാരിലും ബഹുഭൂരിഭാഗവും ആസൈസ് ചിന്താഗതിയുമായി നടക്കുന്നവരാണ്. അവർ ഇറാഖിലുണ്ട്, ഇറാനിലുണ്ട്, അതിന്റെ പരിസരത്തിലുണ്ട്. അത് വ്യാപകമാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപകടമാണ്. പേടി അള്ളാഹുവിന്റെ കൽപ്പനയാണ്, പേടിക്കണമെന്ന്. ഒലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ, മരണാനന്തര ജീവിതമുണ്ട് എന്നത് വിശ്വസിച്ച് ആ ജീവിതത്തിൽ റബ്ബിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് കൈകെട്ടി മറുപടി പറയേണ്ടി വരും എന്നത് ഭയപ്പെട്ടുകൊണ്ട് ആരൊരുത്തൻ ജീവിക്കുന്നുണ്ടോ, ഫഖ്ശൗനി, എന്നെ നിങ്ങൾ ഭയപ്പെടുക. ഖുർആൻ പറയുന്നു അള്ളാനെ ഭയപ്പെടണം, നരകത്തെ ഭയപ്പെടണം, നരകത്തെ പേടി വേണം, നരകത്തിൽ കടന്നു പോകുമോ എന്ന് പേടി വേണം. അതേ സമയത്ത് ബാലൻസ് ശരിയാക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. എന്നല്ലാതെ ഭയം തന്നെ ഞങ്ങൾ വിട്ടുപോയി എന്ന രംഗത്തിലേക്ക് ഒരു മഖ്ലൂക്കും എത്തിയിട്ടില്ല, ഒരു മഖ്ലൂക്കും എത്തിയിട്ടില്ല, എത്തുന്നതുമല്ല. അത് ഇത് കരിഞ്ചന്തയാണ്, ഇസ്ലാം അംഗീകരിക്കാത്ത തത്വമാണ്. ഭയം വേണം. എന്തുകൊണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ ശിക്ഷിക്കാൻ തന്നെ കാരണം ഭയമുണ്ടാക്കാൻ വേണ്ടിയാണ്. ഭയമുണ്ടാവുമ്പോഴാണ് പ്രേരണ ഉണ്ടാവുക. ഓ നരകം, എന്താണ് നരകം? റസൂൽ ഇങ്ങനെ അവസരത്തിൽ മദീനത്തിൽ പറയുന്നു, നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ഈ കേട്ട ശബ്ദം പറഞ്ഞു അറിയൂല? റസൂലേ പറഞ്ഞു, ആ ശബ്ദം 70 കൊല്ലം മുമ്പ് വലിയൊരു പാറക്കല്ല് അല്ലെങ്കിൽ വലിയൊരു കല്ലിനെ നരകത്തിലേക്ക് എറിയപ്പെട്ടു. അതിപ്പോൾ ആഴത്തിലേക്ക് എത്തിയ ശബ്ദമാണ്. 70 കൊല്ലം മുമ്പ്, 70 ഖരീഫ മുമ്പ് എറിയപ്പെട്ട കല്ല് ഇപ്പോഴാണ് ആഴത്തിലേക്ക് എത്തിയത്. ഒന്ന് ഓർത്തു നോക്കൂ, എന്താണ് സ്ഥിതി? ആ നരകം നാം പറയുന്ന ഈ മരണമെന്ന കവാടത്തിൽ കടന്ന ശേഷം അഥവാ അപകടത്തിൽ അവിടെയാണ് എത്തുന്നതെങ്കിൽ ആ ഇനത്തിൽ നമ്മെ അള്ളപ്പെടുത്താതിരിക്കട്ടെ. ആ നരകത്തിലേക്ക് വെന്തുരുകുന്ന ആ നരകത്തെ കുറിച്ച് അല്ലാഹു പറയുന്ന ശരി എന്താണ്? ഹലിം തലാത്തി, നിറഞ്ഞില്ലേ, ഫുള്ളായില്ലേ? അപ്പോൾ നരകം പറയുന്നതാണ് യൗമ നഖൂലു ലി ജഹന്നമ ഹലിം തലാത്തി വതഖൂലു, നരകം പറയുന്നതാണ് ഹൽ മിൻ മസീദ്, ഇനിയുമുണ്ടോ റബ്ബേ? അപ്പോൾ അത് ഫുള്ളാവുമ്പോഴാണ് അർത്ഥം, അത് ഫുള്ളാവാൻ ഇനിയും കേൾക്കണമോ? പേടിക്കേണ്ട ഭാഗം റസൂല് പറയുന്നു, ഇവിടെ ജീവിക്കുന്നവരിൽ നിന്നിട്ട് 1000-ൽ 1 പേര് സ്വർഗത്തിലും 999 പേര് നരകത്തിലുമെന്ന് ജീവിതത്തിൽ കളവ് പറയാത്ത നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. പേടിക്കാതിരിക്കാൻ പറ്റോ? പേടിയില്ല പോലും. കുറച്ച് ദിക്റും തസ്ബീഹുകളൊക്കെ ചൊല്ലിയിട്ട് മാലിയാല് ഡാൻസ് ആടിയാൽ പേടി പോയി എന്നാണ്, പേടി കൊന്നു കയറി എന്നാണ്. ഇല്ല, പേടിക്കണം, പേടിച്ചാലേ തീരൂ. നരകം ഫുള്ളാവാൻ പോവുകയാണ്. ആ നരകത്തിനെ തൊട്ട് ഹാളിപ്പാളിക്കത്ത് നരകത്തെ കൊണ്ടുവരപ്പെടുന്ന ശൈലിയും ഹദീസിലുണ്ട്. അന്നേത്തെ ദിവസത്തിൽ ജഹന്നമിനെ വലിച്ചു കൊണ്ടുവരപ്പെടുന്നതാണ്. എന്നാണ്, കൊണ്ടുവരപ്പെടും. അപ്പോൾ നേരത്തെ ആഴമെന്ന് പഠിപ്പിച്ച അതേ റബ്ബ് തന്നെയാണ് വേറെ ശൈലി പഠിപ്പിക്കുന്നത്. എന്താണ് നമുക്ക് ഇപ്പോൾ കോലപ്പെടുത്താൻ പറ്റൂല കൂട്ടരെ. 70,000 മലക്കുകൾ, ഓരോ മലക്കുകൾ 70,000 ചങ്ങലയിൽ പിടിച്ചു വലിച്ച് ആ നരകത്തെ കൊണ്ടുവരുന്ന വേളയിൽ മുഖറബീങ്ങളായ മലക്കുകൾ മുട്ടുകുത്തി വീണുകൊണ്ട് റബ്ബിനോട് കാവലിനെ ചോദിക്കുന്ന സാധനമാണ് കൂട്ടരെ നരകം. അങ്ങനെയുള്ള നരകത്തെ പേടിക്കാതെ ജീവിക്കണമെന്നാണോ ഈ കൂട്ടർ പറയുന്നത്? അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഷിട്ടാവിനോടുള്ള പേടി പോയത്. അതുകൊണ്ട് തന്നെയാണ് പിന്നെ അവര് പ്രാർത്ഥിക്കാൻ ഷിട്ടുകളിലേക്ക് ചെന്നത്, വ്യക്തിപൂജ നടത്തിയത്, വസ്തുപൂജ നടത്തിയത്. ആ ഇനത്തിൽ പെട്ടുപോകാൻ പാടുള്ളതല്ല.
പ്രാർത്ഥന അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിച്ച് മരിക്കുന്നവർക്ക് മാത്രമാണ് രക്ഷ, മാത്രമാണ് സ്വർഗം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് മുൻകൂട്ടി അതിന്റെ അകത്തുള്ള ആ തത്വമുണ്ടല്ലോ, അള്ളാഹ്ക്ക് മാത്രമാണ് പ്രാർത്ഥന, അള്ളാഹ്ക്ക് മാത്രമാണ് ആരാധന, അള്ളാഹ്ക്ക് മാത്രമാണ് നേർച്ച, അള്ളാഹ്ക്ക് മാത്രമാണ് ജീവിതം, അള്ളാഹ്ക്ക് മാത്രമാണ് മരണം, അള്ളാഹിനെ മാത്രമാണ് ഹൃദയത്തിനകത്തുകൊണ്ട് സ്നേഹിക്കേണ്ടത്, ഭയപ്പെടേണ്ടത് എന്ന ആ തവക്കുലാക്കുന്ന ഭാഗമുണ്ടല്ലോ, അത് ഉൾക്കൊള്ളുന്നവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലിയാലല്ലാതെ ആ രൂപത്തിൽ ജീവിക്കാത്തവൻ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലിയാലും പ്രയോജനമില്ല എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, അത് പലരും ചിന്തിച്ചിട്ടില്ല. ഒരുത്തൻ ചോദിച്ചു, നിസ്കരിക്കാതെ 5 വക്ത് നിസ്കരിക്കാതെ തോന്നുവാസം ചെയ്ത് ശിർക്ക് ചെയ്ത് മരിക്കുന്ന സമയത്ത് നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലുന്ന കേട്ടാലോ? ഇല്ല. ഫിർഔൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിരുന്നു, പ്രയോജനം ഉണ്ടായോ? ഫിർഔൻ പാച്ചയില്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയ ശരി ഖുർആൻ പറയുന്നുണ്ട്. ആമന്തു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീൽ വഅന മിനൽ മുസ്ലിമീൻ. ഫറോവ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ചു എന്ന് ഖുർആൻ പറയാണ്. എന്നിട്ടോ അല്ലാഹ് പറയുന്നത് അൽആന, ഇപ്പോഴോ നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ സമയം കിട്ടിയത്? ഇതുവരെ നീ എന്തുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് അമൽ ചെയ്തില്ല? ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അകത്ത് പറയുന്ന ആ തത്വമാകുന്ന റബ്ബിന് എന്തുകൊണ്ട് ആരാധന സമർപ്പിച്ചില്ല? അവനോട് നീ എന്തുകൊണ്ട് പ്രാർത്ഥിച്ചില്ല? അവന് നീ എന്തുകൊണ്ട് ആരാധനകൾ സമർപ്പിച്ചില്ല? ഇപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനോ? അപ്പോൾ പ്രയോജനമില്ല. റസൂല് പറയാണ്, റസൂലെ നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ ചോദിച്ചു. എന്താണ്? ജിബ്രീൽ പറയാണ്, എന്താണ്? ഞാൻ ആ കളിമണ്ണെടുത്തിട്ട് അവന്റെ തൊള്ളയിൽ തള്ളിയ രംഗം. എപ്പോൾ? അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയപ്പോൾ. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടും രക്ഷപ്പെടാൻ പറ്റുന്ന പാട്ടല്ല സാധനം. ചെറുപ്പത്തിൽ ഞാൻ 10 കിതാബ്, മുസ്ലിയാരാണ് ഞാൻ, പള്ളി ദർസിൽ പഠിച്ച ഞാൻ 10 കിതാബിൽ തുടക്കത്തിൽ 12 കിതാബ് എന്നൊരു 10 കിതാബുണ്ട്. അതിൽ തുടക്കത്തിൽ അൽ മുതഫരിദു ബിൽ ഉലൂഹിയ്യ എന്നാ പഠിച്ചത്. അതുവരെ നാം ഫിറ്റാക്കൂല. എന്താ അൽ മുതഫരിദു ബിൽ ഉലൂഹിയ്യ? ഇലാഹാവാൻ ഏകൻ അവൻ മാത്രം, പ്രാർത്ഥിക്കാൻ അർഹൻ അവൻ മാത്രം, ആരാധിക്കാൻ അവൻ മാത്രം, അർഹൻ അവൻ മാത്രം എന്ന തത്വമാണ് ചെറുപ്പത്തിലേ മുലയൂട്ടുന്നത് പോലെ നാം ഊട്ടിക്കൊടുക്കുന്നത്. എന്നിട്ട് പോലും അത് ഒഴിവാക്കിയിട്ട് തോന്നിയവനെ വിളിക്കുക, സന്തല് പോക്കും ആനപ്പോക്കും നേർച്ചകളും പൂരങ്ങളും ആർക്കും എവിടെയും തോന്നിയതുപോലെ നടത്താം, എന്നിട്ട് മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാനോ? നല്ല രസം. അതൊന്നും അള്ളാന്റെ പട്ടികയിൽ നടക്കൂല, അള്ളാന്റെ കമ്പ്യൂട്ടർ പിഴക്കൂല. ഇവിടേക്ക് ഖിറാമൻ കതിബിൻ യഅലമുന മാ തഫഅലുൻ, മഹാത്മാക്കളായ എഴുത്തുകാർ നിങ്ങളുടെ കൂടെയുണ്ട്. അവർ നിങ്ങൾ ചെയ്യുന്നത് മുഴുവൻ റിക്കാർഡാക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഒരു പദം ഉച്ചരിക്കുമ്പോൾ റഖീബ് അതീദ് അത് റിക്കാർഡാക്കാതെ നിങ്ങൾക്ക് ഉച്ചരിക്കാൻ സാധിക്കുക തന്നെ ഇല്ല എന്നൊക്കെ മുൻകൂട്ടി വിവരം നൽകപ്പെട്ട വിഷയമാണിത്. അതുകൊണ്ട് മരണം പരലോകത്തിലേക്കുള്ള കവാടം എന്ന് പറയുമ്പോൾ ആ കവാടത്തിൽ കൂടി എങ്ങനെ കടക്കണം, ഏതാളായിരിക്കണം കടക്കുമ്പോൾ? നമസ്കരിച്ചവൻ, ആദ്യം തൗഹീദ്, പിന്നെ നമസ്കാരം, പിന്നെയോ സകാത്ത് കൊടുത്തവൻ, നോമ്പ് പിടിച്ചവൻ, അതെ നിർബന്ധമായവനാണെങ്കിൽ ഹജ്ജ് ചെയ്തവൻ. അതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ പറയൽ നിർബന്ധമായ കാര്യമാണ്. എന്തുകൊണ്ട്? ഇപ്പോൾ ഈ റമദാനിൽ മക്കയിലേക്ക് പോയപ്പോൾ സുഹൃത്തുക്കളിലൂടെ കേൾക്കാൻ സാധിച്ചു, മക്കയിൽ ഹജ്ജ് ചെയ്യാത്ത മലയാളികൾ. എന്താ കാരണം പറയുന്നത്? കുറച്ച് പെൺകുട്ടികൾ കടിച്ചു കൊടുക്കാണ്ട് പോലും. ഈ സീതാരാമന് കൊടുത്ത ഇതുണ്ടല്ലോ, അതാ ആ ആചാരം അവിടെ ഉള്ളത് കൊണ്ട്, ഏത് പുരുഷന്മാർ വാങ്ങുന്ന മഹറേ, അത് നമ്മുടെ നാട്ടിലുള്ളത് കൊണ്ട് ആ പേരും പറഞ്ഞിട്ട് മുമ്പിലുള്ള അറഫയിലേക്ക് പോവാതിരിക്കുക. എത്ര കാശടാ വേണ്ടത് അറഫയിലേക്ക് എത്താൻ നിനക്ക്? 10 റിയാൽ കൊടുത്ത അറഫയിലേക്ക് എത്തൂലേ? എന്നിട്ട് ഹജ്ജ് ചെയ്തിട്ടില്ല നാ മൂപ്പര്. വിജ്ഞാനത്തിന്റെ കട്ടി കണ്ടില്ലേ? ദീനുമായുള്ള ബന്ധം കണ്ടില്ലേ? ഇത് മലയാളികളിലും ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? അത്രയാണ് ദീനോടുള്ള ബന്ധം നമ്മുടെ ഖൗമിന്. പേര് നോക്കിയ ഇസ്സുദ്ദീൻ, ഖമറുദ്ദീൻ, ശംസുദ്ദീൻ, സൈഫുദ്ദീൻ, ഇങ്ങനെ വലിയ 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 ദീനുമായി ബന്ധപ്പെട്ട പേരുകളും. അതേ സമയത്ത് ദീൻ അവനെ തീണ്ടിയിട്ട് കാണുകയില്ല. കടക്കാൻ പറ്റുമോ മരണമെന്ന വാതിൽ കൂടി? ഇന്നല്ലദീന തതവഫാഹുമുൽ മലായികത്തു അല്ലദീന തവഫാഹുമുൽ മലായികത്തു ളാലിമി അൻഫുസിഹിം. മലക്കുകളാണ് ഈ പണ്ട് നമ്മളെ വാപ്പാക്ക് സുജൂദ് ചെയ്യാൻ അള്ളാഹു കൽപ്പിച്ച മലക്കുകൾ ഉണ്ടല്ലോ, അതേ മലക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ടവർ തന്നെയാണ് നമ്മുടെ കൂടെ ഒക്കെ എല്ലാവർക്കും ചെയ്യാൻ അള്ളാഹ് ഏൽപ്പിച്ചത്. ആ മലക്കുകൾ തന്നെയാണ് നമ്മുടെ റൂഹിനെ പിടിക്കാൻ വേണ്ടി വരലും. പക്ഷേ വ്യത്യാസമുണ്ട്. റഹ്മത്തിന്റെ മലക്കുകൾ ആയിരിക്കും നല്ലവരുടെ ആത്മാവിനെ പിടിക്കാൻ വരിക, അദാബിന്റെ മലക്കുകളായിരിക്കും വടക്ക് വിഭാഗം മരിക്കുമ്പോൾ ആത്മാവിനെ പിടിക്കാൻ വേണ്ടി വരിക. അങ്ങനെ പിടിക്കാൻ വേണ്ടി വരുന്ന രംഗം അല്ലാഹ് പറയുന്നുണ്ട്.
ളാലിമി അൻഫുസിഹിം ഖാലു, അവർ പറയുന്നതാണ് ഫീമ കുന്തും. ആ വാതിൽ കൂടി കടക്കുമ്പോഴേ വെടക്ക് വാതിൽ കൂടി കടക്കാൻ പറ്റൂല, നല്ല വാതിൽ കൂടി കടക്കണം. എന്താ നല്ല വാതില്? അത് നിങ്ങൾ കടക്കുന്ന വാതില് നല്ലതാക്കി മാറ്റണം. അതെന്താണ്? നിങ്ങൾ നല്ലതായി മാറുക. എന്നാലോ സുന്ദരമായ ആസ്വാദ്യകരമായ ആ സ്വീകരണങ്ങൾ അവിടെ തന്നെ വരും. എത്രത്തോളം റസൂല് പറയുകയാണ്, പരലോകത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അവിടെ ചോദ്യങ്ങളുണ്ട്. അള്ളാഹ് കാര്യം എപ്പോഴും ചോദിക്കാമല്ലോ. കാരണം ഈ ജഡ്ജിയുടെ ആവശ്യം വരുന്നതും വക്കീലിന്റെ ആവശ്യം വരുന്നതും ഈ കോർട്ടിന്റെ ആവശ്യം വരുന്നതൊക്കെ ആർക്കാണ്? അറിവില്ലാത്തവർക്കാണ്. എങ്ങനെ കൊല നടന്നു, ആര് കൊന്നു, എപ്പോൾ കൊന്നു, ഇതൊന്നും അറിയാത്തവർക്കാണ് അതിന്റെ ആവശ്യം, സാക്ഷികളുടെ ആവശ്യം. അള്ളാഹ്ക്കിന്റെ ആവശ്യമില്ലല്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഷെട്ടികളുടെ എല്ലാ ചലനങ്ങളെ അതേ സമയത്ത് ചെയ്യുന്നതിന് മുമ്പും ചെയ്ത ശേഷവും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും വീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്ന റബ്ബിന് എപ്പോഴും വിചാരണ ചെയ്യാം, എങ്ങനെയും വിചാരണ ചെയ്യാം. അവിടെ വിചാരണയുണ്ട്. ആ വിചാരണയില് ചോദ്യത്തിന് മറുപടി നൽകിയാലോ സ്വർഗത്തിന്റെ കവാടം തുറന്നു കിട്ടുകയും ചെയ്യും. തീർന്നില്ലേ? പരലോകത്തിലേക്ക് എത്തുന്നതിന് മുമ്പാണ് ഈ പറയുന്നത്. താൽക്കാലിക വിശ്രമ സ്ഥലമാകുന്ന ഖബറുണ്ടല്ലോ, അവിടെ തന്നെ എന്തുണ്ട്? നമുക്ക് സ്വർഗം കണ്ട് ആസ്വദിക്കാം. അതിന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലെങ്കിൽ നരകം. അപ്പോൾ ആത്മാവിനെ പിടിക്കാൻ വേണ്ടി വരുന്നതായ മലക്കുകൾ ഈ വെടക്ക് നീചമായ ആത്മാക്കളാണ് കാണുന്നതെങ്കിൽ അവർ പറയും ഫീമ കുന്തും, എവിടെയായിരുന്നു നിങ്ങൾ? ചോദ്യത്തിന്റെ ശൈലിയിൽ നിന്നിട്ട് പറയും പോലെ, ഏത് കൊട്ടയിലായിരുന്നു നിങ്ങൾ എന്ന് പറയും പോലെ, ഇത് പറയുമ്പോൾ ഇങ്ങനെ മുക്കൊക്കെ പിടിച്ചിട്ട് പറയും പോലെ, എന്താ ഇത്, ഇത്ര അശ്ലീലമാണ്, ഇത്ര വെടക്കാണ്, ഇത്ര നീചമാണ്. അതെ, ആ സൈസിലുള്ള ജീവിതമല്ലേ പലരും ജീവിക്കുന്നത്, നിങ്ങളെ കുറിച്ചല്ല. ജീവിതമാസകലം അശ്ലീലത്തിൽ, പൈങ്കിളി സാഹിത്യത്തിൽ, തട്ടിപ്പിൽ, വെട്ടിപ്പിൽ, അനാചാരത്തിൽ, അക്രമത്തിൽ, അനീതിയിൽ, പലിശയിൽ. എന്താണ് മനുഷ്യൻ കാട്ടിക്കൂട്ടാത്തത്, ചെയ്തു തീർക്കാത്തത്? ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ, റസൂല് പറയുന്നു, ഒരു തെറ്റ് ചെയ്യുമ്പോൾ ഒരു കറുത്ത പുള്ളി ഹൃദയ കണ്ണാടിയിൽ വീഴും. അപ്പോൾ ലക്ഷക്കണക്കിന് തെറ്റുകളുടെ കൂമ്പാരം ചെയ്തുകൊണ്ടിരിക്കുന്നവൻ ഏത് രൂപത്തിലായിരിക്കും ഉണ്ടാവുക പറഞ്ഞറിയിക്കേണ്ടതില്ല. അതുകൊണ്ട് മലക്കുകൾ ആത്മാവിനെ പിടിക്കാൻ വേണ്ടി വരുമ്പോൾ ഒരു ശൈലിയിൽ പറയുന്നു, അവരുടെ പിൻസൈഡിനെയും അവരുടെ മുഖത്തെയും ഇടിച്ചുകൊണ്ടായിരിക്കും ആത്മാവിനെ പിടിക്കുക. ഫീമ കുന്തും, എവിടെയായിരുന്നു എന്ന് ചോദിച്ചുകൊണ്ട് ഖാലു, അവർ പറയുന്നതാണ് എന്ത്? കുന്നാ മുസ്തദഅഫീന ഫിൽ അർദ്, ഞങ്ങൾ ഭൂമിയിൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ശേഷികെട്ടവരായിരുന്നു, ഞങ്ങൾക്ക് ഈമാൻ കുറവായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ റൂം ഇസ്ലാമീകരിക്കാൻ, ഞങ്ങളുടെ നാട് ഇസ്ലാമീകരിക്കാൻ, ഞങ്ങളുടെ വീട് ഇസ്ലാമീകരിക്കാൻ, ഞങ്ങളുടെ കാർ ഇസ്ലാമീകരിക്കാൻ, ഞങ്ങളുടെ ബിസിനസ്സിൽ ഇസ്ലാമീകരിക്കാൻ, ഇതിനൊന്നും ഞങ്ങളുടെ ഈമാൻ ഞങ്ങളെ സഹായിച്ചില്ല. കാരണം ശേഷികെട്ട ഈമാന്റെ ഉടമകളായിരുന്നു ഞങ്ങൾ എന്ന് പറയുന്നതാണെന്നാണ്. ഈ ശൈലി ഖുർആനിൽ പലയിടങ്ങളിലുമുണ്ട്. ഇടികൊള്ളുമെന്ന് പറയുന്ന ശൈലി. ഇത് മരണപ്പെടുന്ന വേളയിൽ നാം ഇങ്ങനെ കാണാം, മൂപ്പരിന്റെ കണ്ണുരുട്ടുമ്പോൾ കാണുന്നവർ പറയാണ്, ഓ വാപ്പാനെ ഒഴിവാക്കി പോവല്ലേ എന്ന് വിചാരിച്ചിട്ട് കണ്ണുരുട്ടായിരിക്കും, അല്ലെ മക്കളെ ഒഴിവാക്കി പോവാണല്ലോ എന്ന് വിചാരിച്ചിട്ട് കണ്ണുരുട്ടായിരിക്കും. അള്ളാഹ് പറയുന്ന അതൊന്നുമല്ല മൂപ്പര് കണ്ണുരുട്ടുന്നത്. പിന്നെയോ ഇദാ ബലഗത്തിൽ ഹുൽഖൂം വഅൻതും ഹീനഇദിൻ തൻദുറൂൻ വനഹ്നു അഖറബു ഇലൈഹി മിൻകും, നിങ്ങളെക്കാൾ നാമാണ്, നമ്മുടെ ശിക്ഷയാണ് അല്ലെങ്കിൽ രക്ഷയാണ്, നമ്മുടെ മലക്കുകളാണ്, അദാബിന്റെ മലക്കുകളാണ് അല്ലെങ്കിൽ റഹ്മത്തിന്റെ മലക്കുകളാണ് അവനുമായി ഇപ്പോൾ ഏറ്റുമുട്ടുന്നത്, അല്ലെങ്കിൽ അവനുമായി ബന്ധപ്പെടുന്നത്. അവൻ പുതിയ ലോകത്തെ കാണുകയാണ്, ഇവിടെ ഇതുവരെ കാണാത്തതാണ് കാണുന്നത്. നരകം കാണുന്നു, സ്വർഗം കാണുന്നു, മലക്കുകളെ കാണുന്നു, നന്മ കാണുന്നു അല്ലെങ്കിൽ ശിക്ഷ കാണുന്നു. അതുകൊണ്ട് വേറെ ലോകത്തിലായതുകൊണ്ട് അവൻ കണ്ണുരുട്ടുകയാണ്. അതെ, വഅൻതും ഹീനഇദിൻ തൻദുറൂൻ വനഹ്നു അഖറബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ, നിങ്ങളെക്കാൾ അവനിലേക്ക് ഞാനാണ് അടുത്തവൻ, നിങ്ങളത് കാണുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. ഇത് ഓരോരുത്തർക്കും ഒരു പക്ഷേ ഇപ്പോൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ കവാടത്തിലേക്ക് ചെല്ലുന്ന മരണമാകുന്ന കവാടമുണ്ടല്ലോ, ആ കവാടത്തെ പരലോകത്തിലേക്ക് ചെല്ലുന്ന ഈ കവാടമുണ്ടല്ലോ, ആ കവാടത്തിലേക്ക് ചെല്ലാതെ, ആ കവാടത്തിൽ കൂടി വിട്ടുകിടക്കാതെ ഒരു മഖ്ലൂഖിനും ഇവിടുന്ന് രക്ഷയില്ലേ ഇല്ല, ഉറപ്പാണ്. ഇത് ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ ചിന്തിക്കേണ്ടത് അടികൊള്ളാതെ രക്ഷപ്പെടണം, ഇടികൊള്ളാതെ രക്ഷപ്പെടണം. ഇടികൊള്ളൂ എന്നുള്ള ഖുർആൻ പറഞ്ഞത്. ഏത് എവിടെയായിരുന്നോ എന്ന് ചോദിച്ചിട്ട് ഇടികൊള്ളും. അത് രക്ഷപ്പെടണമെങ്കിൽ ആത്മശുദ്ധീകരണം ഇന്ന് തന്നെ ചെയ്തോളീൻ, പാശ്ചാത്തപ്പിച്ചോളീൻ, ഖേദിച്ചോളീൻ, ദുഃഖിച്ചോളീൻ. ഞാനൊരു പുരുഷമായിരുന്നാൽ തരക്കേടില്ലായിരുന്നേനെ, സ്വർഗത്തിൽ ടിക്കറ്റ് ഭൂമിയിൽ നിന്ന് കിട്ടിയ ഉമർ ബിൻ ഖത്താബ്. നമുക്ക് അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ?
എന്താണ് അങ്ങനെ പറയാൻ കാരണം? ഈ നരകത്തിനെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ, ആ നരകത്തുള്ള പാളലുകൾ ചിന്തിക്കുമ്പോഴൊക്കെ ഈ ഒരു മനുഷ്യനല്ലാതെ ഒരു വൃക്ഷമായി എന്നെ അള്ളാഹ് സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ വൃക്ഷത്തിന് എന്തില്ല തക്ലീഫില്ല, അങ്ങനെ ആണെങ്കിൽ വേദനയില്ലല്ലോ, ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ ഇതൊക്കെ ചിന്തിക്കേണ്ടി വരുന്നല്ലോ. എന്തായിരിക്കും മരണശേഷം സംഭവിക്കുക? എങ്ങനെയായിരിക്കും മറുപടി നൽകുക? അഥവാ മറുപടി നൽകാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഖബറിൽ എങ്ങനെയായിരിക്കും ജീവിക്കുക? എന്നിട്ട് വീണ്ടും പുനർജീവനം, ഏത് രൂപത്തിൽ ജീവിതം, എങ്ങനെയാണ് പുനർജീവിതം നൽകപ്പെടുക? ഈ കാര്യത്തിലൊക്കെ ചിന്തിച്ച് തല പോകേണ്ട ആ പ്രശ്നമേ ഇല്ലല്ലോ എന്നത് വിചാരിച്ചിട്ട് ഉമർ പറഞ്ഞു പോലെ ഒരു വൃക്ഷമായിരുന്നു, ആ തരക്കേടില്ലായിരുന്നു ഞാൻ. നമുക്കൊക്കെ ഈ കിട്ടിയ ചാൻസ് തന്നെ ഇനിയും കിട്ടിക്കൊണ്ടേ ഇരുന്നാൽ കുടിക്കാനേ, പിടിക്കാനേ, ഇടിക്കാനേ, തോന്നിവാസം ചെയ്യാൻ, അശ്ലീലം കാണാനേ, അത് ചെയ്തുകൊണ്ടേ ഇരിക്കാൻ. സമയം തീർന്നാ പറയുന്നത്. സഹോദരന്മാരെ, ചുരുക്കത്തിൽ പറയാൻ ഉള്ളത് അള്ളാഹു പറഞ്ഞ ശൈലിയാണ്. ഈ എന്നിൽ അർപ്പിക്കപ്പെട്ടതായ വിഷയത്തെക്കുറിച്ച് പരിശോധിക്കാൻ വേണ്ടി പെട്ടെന്ന് ഖുർആൻ നോക്കിയപ്പോൾ 170 പ്രാവശ്യമാണ് മരണം എന്ന വിഷയം ഖുർആനിൽ ചർച്ച ചെയ്യുന്നത്. എത്ര? 170 പ്രാവശ്യം. അതേ വിഷയം തന്നെ 28 പ്രാവശ്യം വഫാത്ത് എന്ന പദത്തിൽ കൂടി ചർച്ച ചെയ്യുന്ന കണ്ടു. അതേ വിഷയം തന്നെ 10-ൽ പരം പ്രാവശ്യം അജൽ എന്ന പദത്തിലൂടെ ചർച്ച ചെയ്യുന്ന കണ്ടു. ഇങ്ങനെയുള്ള ഒരു വിഷയം ചർച്ച ചെയ്യണമെങ്കിൽ ദിവസങ്ങളല്ല, മാസങ്ങൾ വേണ്ടിവരും. അതാണ് ഇപ്പോൾ അരമണിക്കൂറിൽ ചർച്ച ചെയ്യപ്പെട്ടത്. അതിന്റെ രക്തചുരുക്കം എന്താണ്? കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവരും മരണം ഇവിടെ ആസ്വദിക്കേണ്ടവരാണ്. അതല്ല പ്രശ്നം. പിന്നെയോ ഫമൻ സുഹസിഹ അനിന്നാർ, നരകത്തിൽ നിന്നിട്ട് ദൂരപ്പെടുകയും ഉദ്ഖിലൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയും ചെയ്താൽ ഫഖദ് ഫാസ്, അവനാണ് വിജയിച്ചവൻ. ആ വിജയിച്ചവരിൽ പെടാനുള്ളതായ മാനദണ്ഡം, അതിനുള്ള മാർഗം, അതിനുള്ള റൂട്ട് ഇന്ന് തന്നെ കൈകൊള്ളുക. അതിനെന്ത് വേണം? ഒരു കൊല്ലത്തിൽ പ്രാവശ്യം ക്യാമ്പിംഗ് നടത്തിയാലോ, ഒരു സമ്മേളനം നടത്തിയാലോ മാത്രമല്ല, പിന്നെയോ ആ സമ്മേളനത്തിലൂടെ, ആ ദഅവത്തിലൂടെ കിട്ടുന്നതായ ആ ഈമാനിക ആവേശമുണ്ടല്ലോ, അത് സ്ഥിരമായി നമ്മളിൽ എന്നും ഉണ്ടാവണം. ഏതുവരെ? അള്ളാഹുമായുള്ള ലിഖാ സംഭവിക്കുന്നവരെ, അഥവാ അള്ളാഹുവിനെ കാണുക, മരണം. ആരെങ്കിലും മൻ അഹബ്ബ ലിഖാ അല്ലാഹ് അഹബ്ബല്ലാഹു ലിഖാ, ആരാണ് അള്ളാഹിനെ കാണാൻ ഇഷ്ടപ്പെടുക? നന്നായി ജീവിക്കുന്നവന് നന്നായി മരിക്കുമെന്ന് അവന് പ്രതീക്ഷയുണ്ടാകും. അതുകൊണ്ട് അള്ളാഹിനെ കാണട്ടെ, മരിക്കട്ടെ. അപ്പോൾ ആരെങ്കിലും മരിക്കേണ്ട സന്ദർഭം വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും സംഭവിക്കേണ്ടതാണല്ലോ, അവൻ യുഹ്സിനുദ്ദന്ന ബില്ലാഹ്, സഹീഹ് മുസ്ലിമിലും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സഹീഹ് ബുഖാരിയിലുമുള്ള ഭാഗമാണ്, അള്ളാഹുവിൽ നല്ല ശുഭ പ്രതീക്ഷയുണ്ടായിരിക്കണം. എന്താണത്? അള്ളാഹ് എന്നെ, ഞാൻ ചെയ്ത അമലിനെ, ഞാൻ മനക്കടലിനെ അള്ളാഹ് പാഴാക്കി കളയുന്നതല്ല, അള്ളാഹ് എന്നെ നിരാശപ്പെടുത്തി കളയുന്നതല്ല എന്ന നല്ല വിശ്വാസത്തോടു കൂടി മരിക്കാനുള്ള ചുറ്റുപാട് അന്തരീക്ഷം ഉണ്ടാക്കുക. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ച് ശിർക്ക് ചെയ്ത് തോന്നിവാസം ചെയ്ത് അനാചാരം ചെയ്ത് ജീവിക്കുന്നവന് മരിക്കുന്ന വേളയിൽ ഒന്നും പ്രതീക്ഷിക്കാനുള്ള ആഗ്രഹം, ചാൻസ് ഇല്ല. അതുകൊണ്ട് പ്രയോജനവുമില്ല. അവിടെയാണ് അടികൊള്ളുക. എന്നിട്ട് അവിടെ നിന്ന് പറയപ്പെടും ആയത്തിന് അർത്ഥം വെച്ച് തീർത്ത് കളയാം. എന്താണത്? ശേഷികെട്ടവരായിരുന്നു എന്ന് പറയുമ്പോൾ മലക്കയുടെ മറുപടി എന്താണ്? അലം തകുന്ന അർദുല്ലാഹി വാസിഅ, അള്ളാന്റെ ഭൂമി വിശാലമായിരുന്നില്ല കൂട്ടരെ? നിങ്ങൾക്ക് ആ ഇടുങ്ങിയ, ആ അശ്ലീലം മാത്രം കാണുന്ന റിയാദിലുള്ള, ബത്തഹയിലുള്ള ആ റൂം മാത്രമേ ഉള്ളത്, വേറെ റൂമില്ല? നല്ല റൂം, നല്ല സഹപ്രവർത്തകർ, നല്ല സഹജീവികളെ സെലക്ട് ചെയ്തിട്ട് ആ റൂമിലേക്ക് പോകാമായിരുന്നില്ലേ? നമസ്കരിക്കുന്ന സമയത്ത് നിങ്ങൾ ഉണർത്തുന്നവരുള്ള, നന്മ ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നവരുള്ള ആ റൂമിലേക്ക് എന്തുകൊണ്ട് പോയില്ല? ഭൂമിയിൽ ആ റൂം മാത്രമേ ഉള്ളൂ, ആ നാട് മാത്രമേ ഉള്ളൂ, ആ അന്തരീക്ഷം മാത്രമേ ഉള്ളൂ. മലക്കുകളുടെ ചോദ്യം, അലം തകുന്ന അർദുല്ലാഹി വാസിഅ ഫതുഹാജിറു ഫീഹാ, അല്ലാഹുവിന്റെ ഭൂമി വിശാലമായിരുന്നില്ലേ? എന്നിട്ട് അല്ലാഹുവിന് ഇഷ്ടമുള്ള അന്തരീക്ഷത്തെ എടുത്തുയർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആ സ്ഥലത്തിലേക്ക് ഹിജ്റ പോകാമായിരുന്നില്ലേ എന്നും പറയപ്പെടുന്നതാണ് എന്നാണ്. അതുകൊണ്ട് അള്ളാഹ്ക്ക് നിർബന്ധം നമ്മെ ആ കവാടത്തിൽ കൂടി പോകുമ്പോൾ സ്വീകരിക്കപ്പെടുന്ന കവാടമാക്കി മാറ്റണം എന്നതാണ്. അങ്ങനെ മലക്കുകളിലൂടെ സ്വീകരിക്കപ്പെടുന്ന സുന്ദരമായ വാസന, വളരെ നല്ല വാസന ഉണ്ടാകുന്ന ആത്മാവിന്റെ ഉടമകളാണെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിക്കുന്നു. നല്ലവരുടെ ആത്മാവ് എവിടെ വരെ ഉയർത്തപ്പെടും എഴുതാൻ വേണ്ടിയിട്ട്. കല്ലാ ഇന്ന കിതാബൽ അബ്റാരി ലഫീ ഇല്ലിയീൻ വമാ അദ്റാക മാ ഇല്ലിയൂൻ കിതാബും മർഖൂം യശ്ഹദുൽ മുഖറബൂൻ.
അബ്രാരീങ്ങളുടെ ആത്മാവുകളെ പിടിച്ചു കഴിഞ്ഞാൽ, നല്ലവരുടെ ആത്മാവുകളെ എവിടെ നിന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ ഏഴാനാകാശത്തിന്റെ മീതെ എല്ലിയിൽ കൊണ്ടുപോയിട്ട് പേര് രജിസ്റ്റർ ചെയ്ത ശേഷമാണ് വീണ്ടും ആത്മാവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യോത്തരത്തിന് വേണ്ടിയിട്ട് മടക്കുന്നത് എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി പറയുന്നത്. പിന്നെ ആ ചോദ്യത്തിന് മറുപടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ സ്വർഗീയ ജീവിതം ജീവിപ്പിക്കാൻ വേണ്ടിയുള്ള ഓർഡർ ലഭിക്കപ്പെടും. പിന്നെ അവന്റെ ആത്മാവ് അത് എല്ലിയിലേക്ക് തന്നെ മടങ്ങുകയും ചെയ്യും. ആത്മാവുമായുള്ള ബന്ധം എന്തിനു വേണ്ടിയാണ്? ഈ ആസ്വദിക്കാനുള്ള ബന്ധം മാത്രമാണ്. തോന്നിവാസിയായ ഫാസിഖായ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കാത്ത, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ച് ശിർക്ക് ചെയ്ത് ജീവിച്ച് മരിക്കുന്നവരുണ്ടല്ലോ, അവരുടെ ആത്മാക്കളെ എവിടേക്കാണ് കൊണ്ടുപോകപ്പെടലും എഴുതപ്പെടലും? ആ താഴെ 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 7 ഭൂമിയുടെയും താഴെ എന്നാണ് ഹദീസിൽ കാണുന്നത്. സിജീൻ എന്ന സ്ഥലത്തിലാണ്. എന്താണ് സിജീൻ എന്ന് നിങ്ങൾക്ക് അറിയാമോ? എഴുതപ്പെടുന്ന സാധനം. അവിടെ അവരെ നിന്ദിക്കപ്പെടും. ഏറ്റവും നിന്യ സ്ഥലം, ഏറ്റവും നികൃഷ്ട സ്ഥലം അതാണ്. അല്ലാഹു രണ്ടാമത് പറഞ്ഞ ഇനത്തിൽ ആരെയും പെടുത്താതെ ഇരിക്കട്ടെ. നാം എല്ലാവരെയും ആദ്യം പറഞ്ഞ ഇനത്തിൽ അഥവാ എല്ലീങ്ങളുടെ കൂടെ ജീവിക്കുന്ന ഇനത്തിൽ പെടുത്തുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണവേളയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ മുൻകൂട്ടി ജീവിതത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പിറ്റാക്കി ജീവിച്ച് ആ മരണവേളയിൽ ചെല്ലുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹിലൂടെ പരലോകമോക്ഷം നേടി, പരലോകത്തിൽ അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്നിട്ട് മോചനം നേടി, അള്ളാഹു മുസ്ലിങ്ങൾക്ക് തയ്യാർ ചെയ്തു വെച്ച സ്വർഗലോകത്തിലേക്ക് പറന്നു ചെല്ലാനുള്ള ഭാഗ്യം നമുക്ക് ഇവർക്കും അള്ളാഹു നൽകുമാറാകട്ടെ. ഇതുവരെ പറഞ്ഞതിനെ ഒരു സൽക്കർമ്മമായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ ക്യാമ്പിൽ കൂടി നേടുന്നതായ വിജ്ഞാന നേട്ടങ്ങൾ നേടി അതുകൊണ്ട് ചെയ്യേണ്ടതായ അമലുകളെല്ലാം ചെയ്ത് അള്ളാഹിന്റെ പ്രീതികരമാക്കാനും നമുക്കും പ്രവർത്തകർക്കും സംഘാടകർക്കും എല്ലാം അള്ളാഹു ആത്മാർത്ഥതയും തൗഫീഖും ദീർഘായുസ്സും കഴിവും കൽപ്പും എല്ലാം നൽകുമാറാകട്ടെ. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒന്നാം സെഷനിലെ രണ്ടാമത്തതും അവസാനത്തതുമായ ക്ലാസ്, അതായത് സലഫി പ്രസ്ഥാനം എന്ന വിഷയം സംസാരിക്കാൻ ബഹുമാന്യനായ പണ്ഡിതൻ അബ്ദുറഹ്മാൻ സലഫി ക്ഷണിക്കുക.